ഓണത്തിന് ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സർക്കാർ പരമാവധി വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ജില്ലാ കേന്ദ്രങ്ങളിലും സപ്ലൈകോയിലെ ഓണച്ചന്തകളുണ്ടാകും. ഓണക്കാലത്ത് 50 ലക്ഷം കുടുംബം സപ്ലൈകോയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എ.വൈ കാർഡുള്ള 6 ലക്ഷത്തോളം പേർക്ക് ഓണക്കിറ്റുകൾ നൽകും. സബ്സിഡി വെളിച്ചെണ്ണ 1 ലിറ്റർ 349 രൂപയ്ക്ക് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി മനസ ചേരുകയാണ്. മനസ, അതിൽ ഏറ്റവും പ്രധാനമാണിപ്പോൾ വെളിച്ചെണ്ണ 349 രൂപയ്ക്ക് നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഓണക്കാലത്ത് വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ഓണച്ചന്തകൾ തുടങ്ങും. എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടികൾ തന്നെയാണ് സപ്ലൈകോ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപരമാകുന്ന വിധത്തിലുള്ള ഇടപെടൽ തന്നെയാണ് സംസ്ഥാനത്ത് നടത്തുക എന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചത്. അവശ്യ സാധനങ്ങളുടെ വിലക്കുറവ് ഉറപ്പാക്കുന്നതിന് ആവശ്യമായ വിപുലമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും മന്ത്രി സൂചിപ്പിച്ചു. സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാനതല ഉദ്ഘാടനം ഓണം ഫെയർ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ചായിരിക്കും. അത് ഓഗസ്റ്റ് 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 26, 27 തീയതികളിലായി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ ഫെയറിന് തുടക്കമാകും. ഒപ്പം തന്നെ സെപ്റ്റംബർ 4 വരെയാണ് ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും ഒരു പ്രധാന ഔട്ട്ലെറ്റിനോടനുബന്ധമായി ഓണം ഫെയർ നടത്തും. നിയമസഭാ മണ്ഡലങ്ങളിലെ ഓണം ഫെയറുകൾ ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 വരെയാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെയാണ് സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ഓഗസ്റ്റ് 25 മുതൽ സംഘടിപ്പിക്കും. ഒപ്പം അരിയും ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഇതിലൂടെ ഉൾപ്രദേശങ്ങളിൽ ശരി, മനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.